അമ്മ എന്താണ് പരിപാടി? ഇന്ന് ഞമ്മള് ഇന്നലെ ഇറച്ചി കൂട്ടാൻ വെച്ചതിന്റെ കുറച്ച് ബാക്കിയുണ്ട്. അപ്പൊ അമ്മ അതിന് ഫ്രൈ ചെയ്യാൻ പറഞ്ഞിട്ട് ഇതാ തേങ്ങ കൊത്തും സബോളയൊക്കെ എടുത്ത് അതിന് എന്തായാലും ഫ്രൈ ചെയ്യാൻ പറഞ്ഞിട്ടാണ്. ഓക്കെ, നമ്മൾ ബീഫ് ഫ്രൈ ഒക്കെ ആക്കുന്ന പോലെ ചിക്കൻ ഫ്രൈ. നിങ്ങൾ ആരും ഉണ്ടായിരുന്നില്ലല്ലോ. തേങ്ങ കൊത്തൊക്കെ ഇട്ടിട്ട് ചിക്കൻ ഒരു കുരുമുളകൊക്കെ ഇട്ടിട്ട് ഫ്രൈ ആക്കാൻ പോകണം അല്ലേ? ശരി, അപ്പൊ എന്താ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അല്ലേ? ഇതാ അമ്മ അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം കൊടുക്കുന്നു. പെരിഞ്ചീരകം ഇട്ട് കൊടുത്തു. പെരിഞ്ചീരകം അടിപൊളി പൊട്ടി വന്നു അല്ലേ? അതിൽ തേങ്ങ കൊത്തിട്ട് കൊടുക്കണം. തേങ്ങാക്കൊത്തൊക്കെ മൂത്ത് വന്നു അല്ലേ? സവാള ഇട്ട് കൊടുക്കണം. സവോളയും കറുവേപ്പിലയും ഇട്ട് കൊടുത്തു. തേങ്ങക്കൊത്തുനിന്ന് ഒരുപാട് കിടന്ന് മൊരിയണ്ട, കാരണം വീണ്ടും ഈ ഉരുളി കിടന്ന് ചിക്കൻ മൊരിയുമ്പോൾ അതിൻ്റെ ഒപ്പം വീണ്ടും തേങ്ങ ആവിൻ്റെ അപ്പോൾ സവോളയും ഇതൊക്കെ ഒന്ന് വെറുതെ ഒന്ന് ചൂടായാൽ മതി. നമ്മൾ ബീഫ് ഫ്രൈ ഒക്കെ കഴിക്കുന്ന പോലെ ചിക്കൻ ഫ്രൈ കഴിക്കാം. ഉള്ളിലേക്ക് ഒരു അയിലമ്മ ഇന്നലെ കറി വെച്ചിട്ട് ആരും ഒന്നും എടുത്തിട്ടില്ല തോന്നുന്നു. ഞങ്ങളിവിടെ ഉണ്ടായിരുന്നില്ല, അത് കാരണം അങ്ങനെ ബാക്കി ആയില്ലമ്മ. അതാണ് അമ്മ ചിക്കൻ കറി ഉണ്ടാക്കിയ ദിവസം ഫ്രിഡ്ജിൽ വെച്ചതാണ്, അതുകൊണ്ട് തണുപ്പുണ്ട്. ഇനി ഉരുളിയിൽ ഒരു മണിക്കൂർ വരെ കിടക്കും, അപ്പോൾ അത് ശരിയാവില്ലേ മാ? ചിക്കൻ്റെ നനവൊക്കെ ഒന്ന് വരിയാൻ തുടങ്ങി. അപ്പൊ അമ്മ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. കുരുമുളക് പൊടി അല്ലേ? കുരുമുളക് പൊടി അമ്മ ആദ്യം കറി വെക്കുമ്പോൾ ഇട്ടിട്ടുണ്ട്, എന്നാലും ഇതിൽ കുറച്ച് കുരുമുളക് വേണമല്ലേ? മധുരമാണ്, എന്നാലാണ് നമുക്ക് ഇത്തിരി എരിവും കിട്ടും. ഇത് ഇങ്ങനെ ഫ്രൈ ആകുമ്പോൾ അതിന്റെ ഒരു ടേസ്റ്റ് കിട്ടും. കുറച്ച് ഉപ്പ്, കറിയിൽ ഉപ്പുണ്ട്, പക്ഷെ നമ്മൾ ഉള്ളിയും തേങ്ങയൊക്കെ ഇട്ടപ്പോൾ ഒരു പൊട്ട് ഉപ്പ് കുറയും, അപ്പോൾ ഇത്തിരി ഉപ്പ് ഇടണു അല്ലേ മാ? ഇത് ഉപ്പും മറ്റേ കുരുമുളക് എരിവൊക്കെ ഇട്ട് ചൂട് തന്നെ വേണം അല്ലേ? നമ്മൾക്ക് എല്ലാവർക്കും പൊതുവെ ഇത്തിരി ചൂട് തന്നെ വേണം. എന്റെ മക്കളും ഉണ്ടാക്കുമ്പോ ഇത്തിരി ചൂട് തന്നെ ഇട്ടിട്ടൊക്കെ നോക്കി, എന്നാലാണ് ഇത് നന്നായിരിക്കും. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ അടിയൊക്കെ പിടിക്കും, കുഴപ്പമില്ല. അതിന് ഇടയ്ക്ക് ചുരണ്ടി എടുത്തു കഴിഞ്ഞാൽ കുറേ നേരം ഉരുളിയിൽ കിടക്കുമ്പോൾ കറുപ്പ് കളറാവും, നല്ല ഫ്രൈ ആയി കിട്ടും. അപ്പോൾ അപ്പോഴാണ് ശരിക്ക് ആ ഒരു സൂപ്പറായിട്ടുള്ള ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് നേരം കിടക്കട്ടെ, എന്നിട്ട് ഒരു മണിക്കൂർ അരമണിക്കൂർ നേരെ വേണമല്ലേ മാ? ഇവിടെ അനിയത്തിക്ക് ഈ വരട്ടിയ കറി അത്ര ഇഷ്ടമല്ല, പക്ഷെ ഇങ്ങനെ ഫ്രൈ ആക്കി കൊടുത്താൽ അവള് കഴിക്കും അല്ലേ മാ? അപ്പോൾ ഇനി തലേ ദിവസത്തെ കറി ബാക്കിയുണ്ട് പറഞ്ഞിട്ട് ഒന്നും വിഷമിക്കണ്ട, ഇങ്ങനെ ചെയ്താൽ സാധനം തയ്യില്ല, സൂപ്പറായിരിക്കും ചെയ്യും. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതാ ചിക്കനൊക്കെ നല്ല ഫ്രൈ ആയി വന്നൂലേ മാ? കളറൊക്കെ മാറി കറുപ്പാകാൻ തുടങ്ങി. ഇനി എന്താ മാതിരി ഒഴിക്കാൻ പോണ്? ചെറിയ പുളിക്കില്ലേ? ചെറുനാരങ്ങ നീരൊഴിക്കണം. നല്ല കറകറേന്നായിട്ടുണ്ട്.
ചെറുനാരങ്ങ നീര് ഒഴിച്ചു പറഞ്ഞാൽ നമുക്ക് എരിവൊക്കെ ഒരു കമ്മിയായി കിട്ടും. നമുക്ക് എരിവ് തോന്നിക്കില്ല. ഉപ്പൊക്കെ ഒന്ന് ബാലൻസ് ആവും അല്ലേ മാ? നല്ല ടേസ്റ്റും ആവും. അപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ തേങ്ങ കുത്തിട്ടുള്ള ഒരു ഫ്രൈ റെഡി ഇല്ലേ മാ? മക്കളൊക്കെ വിശന്നിട്ട് ഇരിക്കാണ് ഇവിടെ. അപ്പൊ ഇനി വീണ്ടും ഒരു പുതിയൊരു വീഡിയോയിൽ കാണാല്ലേ മാ?